Namaste. Greetings to all. Wish you all good fortune. This is Girishan. Here today I am here to just give a introduction about Narayaniyam. Of course, not original Narayaniyam. Of course, not in Sanskrit, but my twin sister has put the Narayaniyam into Malayalam, easily understanding shlokas, dashagam by dashagam or chapter by chapter, and mainly taking out the stories in such a way that it can give a new motivation to the coming generation. You know about Narayaniyam, of course, so that is the stotras or shlokas which will give you the Brahmanubhuti or eternal bliss, where Jivatma and Paramatma merges together. And Guruvayur, the name itself indicates that each atom or molecule in the air itself is concentrated with eternal bliss. This eternal bliss or Brahmanubhuti is the main thing which attracts the devotees to the in lakhs and crores. Now regarding this book, particular book, it was written by Melpattur Narayana Bhattadiri in Sanskrit. Sandranandavabhodalpmagamανupamidam kaladeshavadibhyam nirmuktam nityamuktam nigamashatasahasrena nirbhasyamanam aspashtam drishtamatre punarurupurusharthatmagam brahmatattvam tattavadbhati sakshat gurupavanapure handabhagyam jananam മുതൽക്ക് പരമാനന്ദ സന്തോഷലക്ഷ്മി വരെയുള്ള ശ്ലോകങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഈ ബ്രഹ്മതത്വത്തെ ഈ വളരെ ഈസിയായി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പാകത്തിൽ കഥകളായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ലീലകളെപ്പറ്റി പറയാൻ അനന്തൻ്റെ 1000 നാവുകൾക്ക് പോലും സാധിക്കില്ല, അതിലും അപ്പുറമാണ്. അവർണ്ണനീയമാണ്. ഭക്തജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപാസനാമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. ഈ സംസ്കൃത ഭാഷയിൽ രചിച്ച ഈ നാരായണീയം ഗ്രന്ഥം മനസ്സിലാക്കാൻ സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് വിഷമമുള്ളതിനാൽ ഈ ഗ്രന്ഥം ഈ അധ്യാപിക അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അതിൻ്റെ ഓരോ ദശകവും എടുത്ത് അതിലെ കഥകൾ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി വളരെ സരളമായി എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണിത്. ഇതിൻ്റെ ഉദ്ദേശം വരും തലമുറയിലെ കുട്ടികളെ സ്വഭാവികളും സംസ്കാരമുള്ളവരും ആക്കുക എന്നത് മാത്രമാണ്. ഇനി ഗ്രന്ഥകർത്തൃയെക്കുറിച്ച് ഒരു വാക്ക്. 1980 മുതൽ അധ്യാപന വൃത്തി ആരംഭിച്ച് പല സ്ഥലങ്ങളിലുമായി അധ്യാപികയും ഡൽഹി സുൽത്താൻ ബത്തേരി മുതലായ പല സ്ഥലങ്ങളിലും അധ്യാപികയും പ്രധാന അധ്യാപികയുമായി ജോലി നോക്കി അതിനുശേഷം വിരമിച്ച് വിശ്രമജീവിതത്തിലും വിശ്രമമില്ലാതെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിൽ വ്യാപൃതയായതുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിക്കണമെന്ന് അവർക്ക് തോന്നിയത്. ഇത് മലയാളികൾ എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഥകളും മോട്ടിവേഷൻ അടങ്ങിയ കഥകൾ അല്ലെങ്കിൽ ഭക്തിസന്ദ്രമായ കഥകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവർക്ക്, ഒരു ഭക്തിയുടെ ഒരു ബീജം അവരിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും വേണ്ട അത്യന്താപേക്ഷിതമായ ഒരു പുസ്തകമാണിത്. ഇത് വാങ്ങാനുള്ള ലിങ്കും എല്ലാം ഇതിൽ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇടാൻ പോകുന്നു. താങ്ക് യു വെരി മച്ച്.